കണ്ണൂരിലും ഇനി പോക്കറ്റ് കാലിയാകാതെ ഉച്ചഭക്ഷണം. സപ്ലൈകോയുടെ സഹകരണത്തോടെയുള്ള സുഭിക്ഷ ഹോട്ടൽ മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. 30 രൂപയ്ക്ക് ഊണ് ലഭിക്കുമെന്നതാണ് സുഭിക്ഷ ഹോട്ടലിന്റെ പ്രത്യേകത. 150 രൂപയ്ക്ക് അയക്കുറ പൊരിച്ചതും ഊണും. പോക്കറ്റ് കാലിയാകാതെ സുഭിക്ഷമായ ഉച്ചയൂണ് വാഗ്ദാനം ചെയ്യുകയാണ് കണ്ണൂരിൽ ആരംഭിച്ച സുഭിക്ഷ ഹോട്ടൽ. 30 രൂപയാണ് ഉച്ചയൂണിന് ഈടാക്കുന്നത്. വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് സുഭിക്ഷ ഹോട്ടൽ ആരംഭിച്ചതെന്ന് ഒരുമ സ്വയം സഹായ സംഘം എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് KM ശ്രീശൻ പറഞ്ഞു. 30 രൂപക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്, ഊണ് കൊടുക്കുന്നത്. അപ്പോൾ അയക്കൂറ 120 രൂപയാണ്. പുറത്ത് 250 രൂപയാണ് അയക്കൂറക്ക്. അതേപോലെ തന്നെ അയിലക്കിപ്പോൾ 120 റുപ്യക്കാണ് പുറത്ത് കൊടുക്കുന്നത്. നമ്മൾ അത് 60 രൂപക്ക് 50 രൂപക്ക് കൊടുക്കുന്നത്. 120 രൂപ പുറത്തുള്ളത് 50 രൂപക്കാണ് കൊടുക്കുന്നത്. അതേപോലെ ചെമ്മീന് 150 രൂപയാണ്. നമ്മളത് 50 രൂപ 60 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അത്രക്കും വില കുറച്ചിട്ടാണ് നമ്മൾ മത്തി 30 രൂപക്കാണ് കൊടുക്കുന്നത്. രണ്ട് സെറ്റിനാണ്. അതിന് 30 രൂപക്കാണ് കൊടുത്തത്. നമ്മൾ പുറത്ത് 60 രൂപ 70 രൂപയുള്ള കൊടുക്കുന്നത്. ഇവിടെ വിശന്നലയുന്ന ആളുകൾ വന്നാൽ ഇപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ സൗജന്യമായി നമ്മൾ കൊടുക്കും. നമ്മൾ ജനങ്ങൾക്ക് അമിതമായി വില തീർച്ചയായും പല ഹോട്ടലുകളിൽ നിന്ന് എതിർപ്പുകളുണ്ടാവും. പക്ഷേ ജനങ്ങൾക്ക് ഇത്രയും ഇതായിട്ട് കൊടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാണ്. വിശപ്പുരഹിത കേരളം, വിശപ്പുരഹിത പട്ടണം, അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിത്. 7 അംഗങ്ങൾ ചേർന്നുള്ള ഒരുമ സ്വയം സഹായ സംഘമാണ് സുഭിക്ഷ ഹോട്ടൽ നടത്തുന്നത്. 2022 തലശ്ശേരി ചെറക്കരയിലാണ് ആദ്യം ജില്ലയിൽ സുഭിക്ഷ ഹോട്ടൽ തുടങ്ങിയത്. വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ സബ്സിഡിയോടുകൂടിയാണ് സുഭിക്ഷ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നത്. കണ്ണൂർ രാജീവ് ഗാന്ധി റോഡിലാണ് സുഭിക്ഷ ഹോട്ടൽ ആരംഭിച്ചത്. മന്ത്രി GR അനിൽ ഓൺലൈനായി ഹോട്ടലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ ന്യായവിലയ്ക്ക് ഉച്ചഭക്ഷണം ലഭ്യമാക്കാനുള്ള സൗകര്യം സാധാരണ കുടുംബങ്ങൾക്കും തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്കുമെല്ലാം ആശ്രയിക്കുന്ന ഒരു കേന്ദ്രവുമായി സുഭിക്ഷ ഹോട്ടലുകൾ മാറിയിട്ടുണ്ട്. കണ്ണൂർ കേന്ദ്രമാക്കി അത്തരമൊരു ഹോട്ടൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ബഹുമാന്യനായ MLA, നമ്മുടെ പ്രിയങ്കരനായ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളിയുടെ ആവശ്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ നിരന്തരമായ ആവശ്യത്തിൻ്റെ ഫലമായിട്ടാണ് കണ്ണൂർ കേന്ദ്രമാക്കിയുള്ള സുഭിക്ഷ ഹോട്ടൽ ആരംഭിക്കാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചത്. മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര അധ്യക്ഷത വഹിച്ചു. ആദ്യഘട്ടത്തിൽ 50 പേർക്ക് ഒരേ സമയം ഉച്ചഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഹോട്ടൽ ക്രമീകരിച്ചിട്ടുള്ളത്. അടുത്ത ഘട്ടത്തിൽ ഹോട്ടൽ വിപുലീകരിക്കും. ന്യായവിലക്ക് എല്ലാവർക്കും ഭക്ഷണം എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് സംഘം പ്രസിഡന്റ് CP ഷൈജൻ പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഭക്ഷണം ലഭിക്കും എന്നതുകൊണ്ടാണ് കെട്ടിടം വിട്ടു നൽകിയതെന്ന് ഉടമ ഡോക്ടർ അബ്ദുൾ സലാമും പറഞ്ഞു. ഞാൻ ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സലാംക ഇത് ചാരിറ്റി പോലത്തെ ഒരു പരിപാടിയാണ്. ശരിക്കും പകുതി വിലക്കാണ് ഞങ്ങൾ സാധാരണ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് സലാംക നമ്മളോട് സഹകരിക്കണം. സലാംഖാൻ്റെ ഷോപ്പ് ഞങ്ങൾക്ക് തരണം നടത്തി കൊടുത്തതാണ്. അതുകൊണ്ട് ഇത് നന്നാവുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എല്ലാം പകുതി വിലയൊക്കെ അറിയുന്നത്, നല്ല ടേസ്റ്റും ഉണ്ടെന്നത്. ഇവർ തലശ്ശേരി ഉണ്ടായിരുന്നു. തലശ്ശേരിയിലെ ടേസ്റ്റിനെപ്പറ്റി ഞാൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥാപനം കുറച്ച് ചുരുങ്ങിയ വിലക്ക് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനം സുഭിക്ഷ. OK വിനീഷ്, സുരേഷ് ബാബു എളിയാവൂർ, അഡ്വക്കേറ്റ് P അജയകുമാർ, ഫാറൂഖ് വട്ടപ്പൊയിൽ, PC അശോക് കുമാർ, C ധീരജ്, റിദ്ദീഷ് ചിറക്കൽ, താലൂക്ക് സപ്ലൈ ഓഫീസർ M സുനിൽകുമാർ, ഒരുമ സഹായ സംഘം സെക്രട്ടറി MV രാജീവ്, ജില്ലാ സപ്ലൈ ഓഫീസർ KN ബിന്ദു, EK പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.